അന്ധവിശ്വാസത്തിനെതിരെയുള്ളൊരു സിനിമയാണിത്. എന്ന് മാത്രമല്ല സ്ത്രീ ശാക്തീകരണം വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു സിനിമയാണ്. സ്വാസിക വാസന്തിക്ക് ശേഷം അതിമനോഹരമായ അതിഗംഭീരമായി അഭിനയിച്ച സിനിമ കൂടിയാണ്. എല്ലാവരും പോയി കാണുക. ഞങ്ങൾക്ക് കഥ അറിയാവുന്നവനെയൊക്കെ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നന്നായിട്ട് നല്ല പടം മേഡം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ തലമുറ കാണേണ്ട പടല്ലേ? താങ്ക് യു. പടം വെരി ഗുഡ്, അടിപൊളി പടം. ഫാമിലി ഡ്രാമ ആൻഡ് ത്രില്ലർ ഓൾ ആർ വെരി ഗുഡ്. എല്ലാവരും പോയി കാണണം. ഓൾ ആർ ഗുഡ്. നിയമപുഷ്പരാജ് ഏറ്റവും ബെസ്റ്റ് പടമാണെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ അതിലൊരു കണ്ടന്റ് ഒരു വേറൊരു നമ്മൾ ഇതുവരെയും ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്ന ഒരു ന്യൂജൻ കോൺസെപ്റ്റുകൾ വേറൊരു തരത്തിൽ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്നെത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര ന്യൂജൻ വേറൊരു തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു കളർഫുൾ വേറൊരു പാറ്റേണിലൊക്കെ ഒരു മലയാള തനിമയുള്ള നല്ല സിനിമ. സാറിനോട് പറഞ്ഞു സാറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഗംഭീരം, രക്ഷയില്ല, ഭയങ്കര രസമായിട്ട് ശ്വാസിക്കാൻ നടിയെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഒരു വലിയ കഥാപാത്രമല്ല, പക്ഷെ രസമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഒരു കഥാപാത്രം. അതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഇടക്കാലത്ത് രണ്ടതിൽ വെച്ച് അടിപൊളി. പ്രേക്ഷകർ പറയുന്നതാണ് ശരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് പറഞ്ഞു. കാരണം നമ്മൾ ഇപ്പം ഇറങ്ങുന്ന പടം വെച്ചൊന്നും കമ്പയർ ചെയ്യില്ല. കാരണം ആ രീതിയിലെ പടമല്ല ഇതൊരു നമ്മളൊരു വീട്ടിലെ ഒരു മുത്തശ്ശിക്കഥ പോലെ ഗന്ധർവ പൂജയൊക്കെ ആയിട്ടുള്ളൊരു വേറൊരു സബ്ജക്റ്റാണ്. അത് അങ്ങനെ ഭയങ്കര ദൃശ്യഭംഗിയൊക്കെ ആയിട്ടൊരു നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്, വിഷ്വലൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആ ഒരു സമകാലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ആ അടിച്ചമർത്തലിനെയൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ശക്തമായ ക്യാരക്ടറാണ് സ്വാസിക ചെയ്യുന്നത്. പിന്നെ ധ്രുവനും നമ്മളുമൊക്കെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിൻസിയർലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പ്രേക്ഷകരെങ്ങനെ എടുക്കുമെന്ന് അവരാണ് പറയണം. നമ്മളെ തന്നെ കൊണ്ട് കാഴ്ചയിലുണ്ട്. അപ്പം അവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമായി എന്ന് പറയില്ല. നിങ്ങൾക്കൊരു വിഷ്വലി ഇരുന്ന ഒരു സൂത്തിങ് ആയിട്ടിരുന്ന് കാണും. ഒരു മനസ്സ് ശാന്തതയോടെ നല്ലൊരു കഥ റിലാക്സ് ചെയ്ത് കാണും. ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ സാധാരണ ആദ്യം സിനിമ കാണുന്നതാണ്, പക്ഷേ ഇരുത്തും പടം നല്ല രീതിയിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. അടുത്ത് നെക്സ്റ്റ് എന്നാ ആവുമെന്നുള്ളൊരു ഇതുണ്ടാകും. ഞാൻ തന്നെ നായകനോട് വന്ന് ചോദിച്ചു അടുത്ത തന്നെ എൻ്റെ ഒരു ചെല്ലാണ് കണ്ടിരിക്കാനുള്ള സാധനമുണ്ട്. വളരെ നമുക്ക് വളരെ ഹാപ്പി. നല്ല ഡയറക്ഷൻ, നല്ല ഛായാഗ്രഹണം, അവതരണവുമല്ല ബോറടിപ്പിക്കില്ല. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും നമ്മൾ എൻ്റർടൈൻ ചെയ്യും. നെക്സ്റ്റ് എന്നാന്നുള്ളൊരു കോഴ്സ് വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് എൻഡ് വരെ നല്ല സിനിമയില്ല, നല്ല പടം, നല്ല അഭിപ്രായം, നല്ല ക്യാരക്ടർ, സന്തോഷം. ഏതായാലും സിനിമ ആണ്.